ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത 30-ാം സങ്കീർത്തനം അതിൻ്റെ 11-12 വാക്യമാണ്. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. 30-ാം സങ്കീർത്തനം ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമെന്നും 30-ാം സങ്കീർത്തനം ഒരു ഭവന പ്രതിഷ്ഠാ ഗീതമെന്നും അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ദാവീദിന് ദൈവം കൊടുത്ത അനുഗ്രഹീതമായ ഭവനത്തിൽ കയറി താമസിക്കുമ്പോൾ ദാവീദ് എഴുതിയ ദൈവത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ പാടിയ ഒരു സങ്കീർത്തനമെന്ന് ഒരു പശ്ചാത്തലം ഇതിന് ഉണ്ട്. ഈ പകൽക്കാലം ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിന് സ്തുതി പാടുവാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവം ദാവീദിന് ചെയ്തത് ഈ സങ്കീർത്തനത്തിനകത്ത് വിവരിച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ ധ്യാനചിന്തയിൽ എടുക്കുവാൻ 2 പദങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ദാവീദ് ഇവിടെ പറയുന്ന ഏറ്റവും പ്രബലമായൊരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് എനിക്ക് ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾ എന്ന പദമാണ്. അപ്പോൾ താൻ മൗനമായി പോകേണ്ട സാഹചര്യങ്ങൾ ദാവീദിന് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ 11-ാമത്തെ വാക്യം പറയുന്നത് എൻ്റെ വിലാപം. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ അനേക വിലാപങ്ങളുടെ സമയങ്ങൾ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ വിലാപങ്ങളുടെ സമയങ്ങൾ മാത്രം ആയിരുന്നു എങ്കിൽ ഒരിക്കലും ദാവീദിന് ഒരു സ്തുതി പാടുന്ന മേഖലയിലേക്ക് വരാൻ കഴിയില്ലായിരുന്നു. അതുപോലെ പറയുകയാണ് രട്ട്. അപ്പൊ വിലാപവും രട്ടും തൻ്റെ ജീവിതത്തിൽ വന്നു. അത് തന്നെ മൗനമാക്കേണ്ടതാ. അപ്പോൾ സ്തോത്രം, മൗനത്തിൻ്റെ മേഖലയായ വിലാപവും രട്ടും തൻ്റെ ജീവിതത്തിൽ തുടർമാനമായി കടന്നു വന്നിട്ടുണ്ട്. രട്ടുടുക്കുന്ന അവസ്ഥ, ഹല്ലേലൂയ, വിലാപത്തിൻ്റെ അവസ്ഥ, നിലവിളിയുടെ അവസ്ഥ, കരച്ചിലിൻ്റെ അവസ്ഥ. നമുക്കറിയാം, അബ്ശാലോം തന്നെ പിന്തുടരുമ്പോൾ അല്ലെങ്കിൽ തന്നെ കൊല്ലുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ദാവീദ് ഓടുന്ന ഓട്ടം, നിലവിളിച്ചുകൊണ്ട് താൻ ചെരുപ്പില്ലാതെയൊക്കെ ഓടുന്ന ഓട്ടമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഈ സമയത്ത് വരേണ്ടതാണ്. അപ്പം വിലാപവും രട്ടും തൻ്റെ ജീവിതത്തിൽ മൗനതയിലേക്ക് തന്നെ നയിക്കേണ്ടത്. എന്നാൽ ദാവീദ് ഇവിടെ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വിലാപം മാത്രമല്ല, ആ വിലാപത്തെ നൃത്തമാക്കി തീർത്തു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. വിലാപം ഉണ്ടായിരുന്നുള്ള സത്യമാണ്, പക്ഷേ ആ വിലാപം നൃത്തമായി മാറി. ഈ സങ്കീർത്തന പശ്ചാത്തലത്തോട് ചേർത്ത് പഠിച്ചാൽ ഗുഹയിൽ കടന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു ഗുഹയിൽ നിന്നും മറ്റൊരു ഗുഹയിലേക്ക് മാറിപ്പോയ ദാവീദ് സ്വന്തമായ ഭവനത്തിലേക്ക് വരുന്നു. നോക്കണം, ഗുഹാവാസിയായി തീരേണ്ടവൻ, ആടിനെ തീറ്റിക്കൊണ്ട് കാട്ടിൽ മാത്രം കഴിയേണ്ടവൻ ആരായി മാറിയെന്നറിയാമോ? സ്തോത്രം, അരമനയിൽ താമസിക്കുന്നവനായി മാറി. ആട്ടിടയൻ, ഹല്ലേലൂയ, സ്തോത്രം, അരമനയിൽ താമസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത്, പ്രൈസ്, എനിക്ക് വിലാപം ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്, അപ്പോൾ തന്നെ ദൈവം എനിക്ക് നൃത്തവും തന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് പറയുന്നത്, എനിക്ക് രട്ടുണ്ടായിരുന്നുള്ള സത്യമാണ്. ഞാൻ, പ്രൈസ് ദി ലോർഡ്, വേദനയുടെയും ദുഃഖത്തിൻ്റെയും അവസ്ഥയിലൂടെ,
ഹല്ലേലൂയ, അരട്ടുടുത്തിട്ടുണ്ട്, ഞാൻ ഉടുപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ അത് മാറ്റി എനിക്ക് സന്തോഷവും എന്നെ ഉടുപ്പിച്ചു. അപ്പോൾ നോക്കണം, സ്തോത്രം, എന്തിനാണത്? ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന്. അപ്പോൾ ദൈവഭക്തന്മാർക്ക് സ്തുതി പാടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം വിലാപത്തെയും രട്ടിനെയും മാറ്റി ഹല്ലേലൂയ സ്തോത്രം അവർക്ക് നൃത്തവും സന്തോഷവും ഒക്കെ കൊടുക്കുന്നത് നമുക്ക് കാണുവാനിടയായി തീർന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിനൊന്നും മാത്രമല്ല പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പം സ്തുതി പാടുവാൻ തക്കവണ്ണം കാരണങ്ങൾ തന്ന ദൈവത്തിന് എന്നേക്കും സ്തുതി ഞാൻ പാടുമെന്നാണ് 30-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, പുറപ്പാട് 14-ാം അധ്യായം 1-2 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മോശയോട് യഹോവയായ ദൈവം കൽപ്പിക്കുന്നത്, നീ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വീണ്ടെടുത്ത് അവരെ ചെങ്കടലിൻ്റെ കരയിൽ കൊണ്ടുവരണം. സ്തോത്രം. അപ്പോൾ ചെങ്കടലിൻ്റെ കരയിലേക്ക് കൊണ്ടുവരുവാൻ യഹോവയായ ദൈവമാണ് മോശയോട് കൽപ്പിക്കുന്നത്. അങ്ങനെ താൻ മോശ ഇസ്രായേൽ ജനത്തിന് മിസ്രയീമിൽ നിന്ന് വിടുതൽ ലഭിച്ച ഇസ്രായേൽ ജനം ഇതാ ചെങ്കടലിൻ്റെ കരയിലേക്ക് വരിക. ചെങ്കടലിൻ്റെ കരയിൽ വരുമ്പോൾ ചിത്രം മാറുക എന്ന് വെച്ചാൽ, ഫറവോൻ അതിനു മുൻപ് പറഞ്ഞത്, സ്തോത്രം, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു വിട്ടതാ. പക്ഷേ ചെങ്കടലിൻ്റെ കരയിലേക്ക് വരുമ്പോൾ മുൻപിൽ ചെങ്കടൽ ഇരുഭാഗവും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഇതാ പുറകിൽ ഹല്ലേലൂയ, നിങ്ങൾ പൊക്കൊള്ളുക, സമാധാനത്തോടെ പൊക്കൊള്ളുക, എന്നെ കൂടെ അനുഗ്രഹിച്ചിട്ട് പൊക്കൊള്ളുക എന്ന് പറഞ്ഞ ആ ഫറവോൻ പുറകിന് വരികയും 14-ാം അധ്യായം ഒരു കരച്ചിലിൻ്റെയും നിലവിളിയുടെയും ഒക്കെ ഒരു അധ്യായങ്ങളായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. സ്തോത്രം. ഇസ്രായേൽ ജനം ഹല്ലേലൂയ സ്തോത്രം മോശയോട് ഹല്ലേലൂയ സ്തോത്രം എതിർത്ത് സംസാരിക്കുന്നു. അവരുടെ ഒരു നിലവിളി, ഞങ്ങൾ ഹല്ലേലൂയ ഇവിടെ മരിച്ചു വീഴുമോ എന്നുള്ള അവരുടെ ഒരു നിലവിളി. പ്രൈസ് ദി ലോർഡ്. ഇതാ മോശ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് കരയുന്ന ഒരു കരച്ചിലിൻ്റെ ഹല്ലേലൂയ നിലവിളി, ഒരു നിലവിളിയുടെ അധ്യായമായി സ്തോത്രം 14-ാം അധ്യായം മാറുന്നുണ്ട്. സ്തോത്രം. എന്നാൽ 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്തോത്രം മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ ചെങ്കടലിൽ തള്ളിയിട്ടിരിക്കും. അപ്പൊ നോക്ക്, ഒരു 14-ാം അധ്യായം മോശയുടെ ജീവിതത്തിൽ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ കരച്ചിലിൻ്റെയും വിലാപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിലവിളിയുടെയും ഒരു അധ്യായമുണ്ടെങ്കിൽ, സ്തോത്രം, ഒരു 15-ാം അധ്യായം കൂടെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, സ്തോത്രം, മോശയും ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേൽ മക്കൾ ഒന്നിച്ച്, എല്ലാവരും ഒന്നിച്ച് ഒരു സ്തുതി പാടുന്ന പാട്ട് കാണും. മിരിയാം നൃത്തം ചെയ്യുന്ന, ഹല്ലേലൂയ തപ്പെടുക്കുന്ന, ഹല്ലേലൂയ ഒരു അനുഗ്രഹീതമായ ഒരു അധ്യായമായ 15-ാം അധ്യായം കാണാം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒന്നുണ്ട്. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾക്ക് സ്തുതി പാടുവാനൊക്കെ വേണം. ദൈവം ഇന്നും അത്ഭുതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ വിലാപമുണ്ടായിരുന്നു, രട്ടുണ്ടായിരുന്നു. പക്ഷേ അതവനെ മൗനതയിൽ എന്നും നയിക്കേണ്ടതാണ്. എന്നാൽ അവൻ പറയുകയാണ്, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടുവാൻ നീ എൻ്റെ വിലാപത്തെ എന്നും വിലാപമാക്കി വെച്ചില്ല, എനിക്ക് അതിലൊരു നൃത്തം തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ രട്ട് എന്നും രട്ടായില്ല, സന്തോഷം തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ മോശ 14 പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ കരച്ചിലിൻ്റെയും നിലവിളിയുടെയും ഒരു സമയം അവിടെ ഉണ്ടായിരുന്നു എന്ന് സത്യമാണ്. എന്നാൽ ഹല്ലേലൂയ, ദൈവം അതിനെ മാറ്റി
ഒരു സന്തോഷം, ദൈവത്തിന് സ്തുതി പാടുവാൻ, പ്രൈസലോട് ഒരു സന്തോഷം അവർ കൊടുക്കുവാനിടയായിത്തീർന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഒരു പക്ഷേങ്കിൽ ഞാനും നീയും ഒരു പക്ഷേങ്കിൽ ഈ അവസ്ഥയിലൂടെ ആകാൻ കടന്നു പോകുന്നത്. പ്രൈസ് ലോർഡ്. എട്ടിൻ്റെ അവസ്ഥ, വിലാപത്തിൻ്റെ അവസ്ഥ, പറവോൻ പിടിച്ചു കൊണ്ടുപോകും, ഹല്ലേലൂയ മുടിക്കും എന്ന് പറയുന്ന കരച്ചിലിൻ്റെ, ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ ഒരവസ്ഥയൊക്കെ ഉണ്ടാകാം. പക്ഷെ എന്നും അങ്ങനെ ആകുകയില്ല. നാം എന്നും മൗനമായിരിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ചിലപ്പോഴൊക്കെ നാം മൗനമായിരിക്കും, ഇരുന്നു പോകും. കാരണം അത്രമാത്രം ചില അവസ്ഥകൾ നമുക്ക് വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ മൗനത്തെ മാറ്റി ദൈവത്തിന് സ്തുതി പാടുവാൻ, പ്രൈസ് ദി ലോർഡ്, ദാവീദിന്റെ ജീവിതത്തിൽ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ, മോശയുടെ ജീവിതത്തിലൊക്കെ ദൈവം ചെയ്തത് ഈ പകൽക്കാലം ഒരല്പ ചിന്തകളിൽ, ധ്യാന ചിന്തയിലൂടെ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നല്ലോ. അത് ദൈവമക്കൾ, അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർ മൗനത്തിൽ ഹല്ലേലൂയ തീർന്നു പോയെന്നല്ല, പ്രൈസ് ദി ലോർഡ്, അവർ സ്തുതി പാടുവാൻ തക്കവണ്ണം ദൈവരുടെ മൗനത്തെ മാറ്റി എന്നുള്ളത് ഈ പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് ധൈര്യം പകരുന്ന വചനഭാഗമാണ്. അതുകൊണ്ട് നമ്മുടെ മൗനത്തെ മാറ്റുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളത് അറിഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യാം. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, നീ ഹല്ലേലൂയ മൗനത്തെ മാറ്റി അങ്ങയ്ക്ക് സ്തുതി പാടുവാൻ തക്കവണ്ണം ജനത്തിന് ഹല്ലേലൂയ അവസരം കൊടുക്കുന്ന എൻ്റെ കർത്താവ. ദാവീദിനത് കൊടുത്തു, ഇസ്രായേൽക്ക് അത് കൊടുത്തു, മോശയ്ക്ക് അത് കൊടുത്തു എങ്കിൽ ഈ വചനം കേൾക്കുന്ന ഞങ്ങളിൽ ഓരോരുത്തർക്കും കർത്താവെ മൗനം വെടിഞ്ഞ് സ്തുതി പാടുവാൻ ചിലത് കയ്യിൽ തന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ വചനം ഹല്ലേലൂയ അനുഗ്രഹമാക്കി തീർത്ത് അവരെ വചനം വെച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം. സ്തുതി പാടുവാൻ വേണ്ടി ഹല്ലേലൂയ അനേക കാര്യങ്ങൾ അങ്ങയുടെ ജനത്തിന് ഇന്നും അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തോത്രം കർത്താവേ. സകല മഹത്വവും പുകഴ്ചയും ബഹുമാനമെല്ലാം ഞങ്ങൾക്ക് അയച്ചുമിച്ച ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.